പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വിഷയമാണ്. ആ വിഷയം ഡ്യൂറൻ ലൈനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വിഷയം ഇപ്പോൾ അത് ആളിക്കത്തുന്നു എന്നുള്ളതാണ്. അതിൽ പല കാര്യങ്ങളും വന്നു ചേരുകയും ചെയ്യുന്നു. ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ അടുക്കുന്നതും താലിബാൻ ഭരണകൂടം അടുക്കുന്നത് പാകിസ്ഥാന് കാണാൻ കഴിയാത്തൊരവസ്ഥ, അവർക്കത് പൊറുക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ അവർ പറയുന്നു, ഇപ്പുറത്ത് നിന്ന് താലിബാൻ ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഒരു ഭീകര രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ പറയാണ് ഇപ്പുറത്തുള്ള ഭീകരന്മാരെ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതൊക്കെ. ഇത് വിഭജിക്കണം എന്നുള്ളത്, അതായത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പഷ്തൂണിസ്ഥാൻ ആവശ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നേരത്തെ മുതൽ, അതായത് ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിഷയമേ അല്ല. അതിൽ ഇന്ത്യക്ക് സത്യത്തിൽ നിലപാടുകൾ ഉണ്ടോ? അതായത് ഇന്ത്യ ഇതിൽ ഇടപെട്ടത് കൊണ്ടാണോ ഇപ്പോൾ ഇത് നടക്കുന്നത്, അതോ ഈ ഡ്യൂറൻ ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണോ? ഈ പറയുന്ന പഷ്തൂണിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭജനം വേണമെന്നുള്ള ആവശ്യം ഇതിന് പിന്നിലുണ്ടോ? എന്താണ് സത്യത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന അഫ്ഗാൻ പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് പിന്നിൽ? ഈ പല ഘടകങ്ങൾ ചേർന്നതാണ് ഈ വിഷയം. ഒന്നാമത്തെ കാര്യം, പഷ്തൂണിസ്ഥാൻ, സ്വതന്ത്ര പഷ്തൂണിസ്ഥാൻ വാദത്തിന് വളരെ വളരെ പഴക്കമുണ്ട്. അത് ഈ ഗ്രേറ്റർ ഇന്ത്യ മീൻസ് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ എത്രയോ മുമ്പ്, ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പഷ്തൂൺ വേറൊരു ലോകമാണ്. അത് പഠാന്മാർ എന്ന് പറയും, പഠാനികൾ. അവർ കണ്ടാൽ തന്നെ അങ്ങനെയാണ്, ഒരു വേറൊരു ലോകമാണ് അവർ. നമ്മുടെ സിഖുകാരെ കുറിച്ച് പറയുമ്പോഴാണ് ആജാന ബാഹുക്കളാണ്, അപാരമായ ആരോഗ്യമുള്ളവരാണ്, ഭയങ്കര ധീരന്മാരാണ്. നമ്മുടെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ എന്ന് കേട്ടില്ലേ? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അതിർത്തി ഗാന്ധി എന്ന പേരിൽ നമ്മുടെ ഒരു അതിർത്തിയിൽ, എന്നുവെച്ചാൽ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനോട് ചേർന്നുള്ള പ്രദേശത്ത് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായി ധീരമായി പൊരുതിയിരുന്ന വലിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെയും ഒരു പോസ്റ്റർ, അങ്ങനത്തെ ഒരു രൂപമായിരുന്നു അദ്ദേഹം. അപ്പോൾ അന്ന് തന്നെ പഷ്തൂണിസ്ഥാൻ എന്നൊരു വാദം നിലവിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ പഷ്തൂണിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ, പത്താനികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗമായി. കാരണം അവരും മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഉണ്ടാക്കി. ഇപ്പുറത്ത് കിഴക്ക് ഭാഗത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ബംഗാൾ വിഭജിച്ചിട്ട് കിഴക്കൻ പാകിസ്ഥാനും ആക്കി. അതാണല്ലോ ഉണ്ടായത്. അപ്പോൾ അന്ന് തന്നെ ഇന്ത്യയായിരിക്കുമ്പോൾ, വലിയ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഈ വിഘടനവാദം ഉണ്ട്, തർക്കമുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യ സ്വാതന്ത്ര്യം തന്ന് വിഭജിച്ചു പോയപ്പോൾ പാകിസ്ഥാനായി. അപ്പോൾ അവർ പാകിസ്ഥാനകത്ത് പെട്ടു. അപ്പോഴും ഈ തർക്കമുണ്ട്. ഏതാണ്? പഷ്തൂണിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം. ആ തർക്കമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ ഈ തർക്കപ്രദേശം, ഈ എന്താണ്, ഈ ഡ്യൂറൻ ലൈനിന്റെ തർക്കം എന്താന്ന് വെച്ചാൽ, അത് പാകിസ്ഥാന്റെ ഭാഗമാണോ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണോ എന്നുള്ള തർക്കം. പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലുള്ള പ്രദേശമാണ്, പഠാനികളുടെ നാടാണ്. രണ്ടു വഴിയേ ഉള്ളൂ. അത് ഒന്ന് രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിന് വേണ്ടി അവകാശം ഉന്നയിച്ചതുപോലെ തന്നെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പഷ്തൂണിസ്ഥാന് വേണ്ടിയുള്ള അവകാശവാദം. ഞങ്ങളുടേതാണെന്നും അവരുടേതാണെന്നും വാദമുണ്ട്. ആ തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാനകത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നോളം ആ തർക്കം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് സ്വതന്ത്ര കാശ്മീർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാണ് തലവേദന. സ്വതന്ത്ര പഷ്തൂണിസ്ഥാൻ എന്ന് പറയുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനാണ് തലവേദന. അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയോട് കൂടിയിട്ട് പാകിസ്ഥാനെതിരായിട്ട് സ്വതന്ത്ര പഷ്തൂൺ വാദം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോൾ ആ തർക്കം മൂത്ത് ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു? പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരായി രൂപം കൊണ്ട തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യ കയറി ആക്രമിച്ച് തകർത്ത് കഴിയുമ്പോൾ പിന്നെ അവർ പതുക്കെ പഷ്തൂണിസ്ഥാനിലേക്ക് പോകും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, പഷ്തൂണിസ്ഥാനിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത തീവ്രവാദികളെ പോലും അവർ പോറ്റും. എന്നാൽ രണ്ട് ഗുണമുണ്ട്. പഷ്തൂണിസ്ഥാനിൽ ഈ തീവ്രവാദം പോറ്റി വളർത്തിയാൽ രണ്ടു തരത്തിൽ ഉപയോഗിക്കാം. അത് അഫ്ഗാനിസ്ഥാനെതിരായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അങ്ങോട്ട് ഉപയോഗിക്കാം, പാകിസ്ഥാനെതിരായിട്ട് ഈ വിഘടനവാദം ഉന്നയിക്കേണ്ടി വരുമ്പോൾ അതിനും ഉന്നയിക്കാം. അപ്പോൾ പഷ്തൂണിസ്ഥാൻ വലിയ തോതിലുള്ള ഒരു തീവ്രവാദത്തിൻ്റെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. പണ്ടേ അവർ ധീരന്മാരാണ്, അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതാണ് ഇപ്പോഴുള്ളൊരു പ്രശ്നം. ഇതിനിടയിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഈ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നതും ഇത്തരം സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമായി വരുന്നത് എപ്പോഴാണ്? അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി
അമീർ ഖാൻ മുത്തക്കി ഇന്ത്യ സന്ദർശിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തി കരാർ ഒപ്പിടുന്നു. എന്താണ് കരാറ്? പരസ്പരം സഹായിക്കുക, പരസ്പര സഹായ ഉടമ്പടിയാണ്. എന്താണ് രണ്ടു കൂട്ടർക്കും വേണ്ട പരസ്പര സഹായം? ഒന്ന്, അഫ്ഗാനിസ്ഥാന് നിലനിൽക്കാൻ സഹായം വേണം. കഷ്ടപ്പെടുകയാണ്. നിരന്തരമായ കലാപത്തിൻ്റെ, യുദ്ധത്തിൻ്റെ, അമേരിക്കൻ അധിനിവേശത്തിൻ്റെ ഒക്കെ വലിയ ദുർഗതിയിലാണ് ആ രാജ്യം. അപ്പോൾ ആ രാജ്യത്തെ ആരെങ്കിലുമൊക്കെ സഹായിക്കണം. അപ്പോൾ ഏറ്റവും അടുത്ത് അവർക്ക് പാകിസ്ഥാനെ, ഒന്നാമത് പാകിസ്ഥാനുമായി ശത്രുതയിലാണ്. പാകിസ്ഥാൻ അവരെ സഹായിക്കുകയില്ല. പാകിസ്ഥാനുമായി ഈ തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാനെ കൊണ്ട് കെൽപ്പുമില്ല, താക്കത്തില്ലാത്തവൻ എങ്ങനെ സഹായിക്കും? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റുമായി നല്ല നിലയിൽ പോകാൻ അവർ തീരുമാനിച്ചു. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ അവർ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം അതാണ്. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അഫ്ഗാനികളിൽ മഹാഭൂരിപക്ഷത്തിന് അവരെ ഇഷ്ടമല്ല. അവർ തീവ്രവാദികളാണ്, അവർ കാലവിരുദ്ധരാണ്, അവർ സ്ത്രീ വിരുദ്ധരാണ്, കടുത്ത ഭീകരവാദികളാണ്, നിഷ്ഠൂരമായ അക്രമം നടത്തുന്ന കൊലയാളികളാണ് എന്ന വാദമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ തന്നെ നല്ലൊരു ശതമാനമുണ്ട്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ ചെന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, അവിടെ അഫ്ഗാനിസ്ഥാൻ്റെ പതാക ഉയർത്തിയില്ല. രണ്ട്, അഫ്ഗാനിസ്ഥാൻ നേരത്തെയുള്ള ഗവൺമെൻറ് 2021 മുമ്പ് അവിടെ ഭരിച്ചിരുന്ന ഗവൺമെൻറ് നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ. അവരാരും ഈ വിദേശകാര്യമന്ത്രിയെ കാണാനും വണങ്ങാനും പോയില്ല. അവസാനം ജയശങ്കറുമായി ചേർന്നുള്ള പത്രസമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഒരു ടേബിൾ ഫ്ലാഗ് കൊണ്ടുപോയി വെക്കുക ചെയ്ത്. ടേബിളിൽ ഒരു പുതിയ ഫ്ലാഗ്. എന്താ കാര്യം? താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ പഴയ അഫ്ഗാനിസ്ഥാൻ്റെ എല്ലാം മാറ്റിക്കളഞ്ഞു. കൊടി മാറ്റി, രാജ്യത്തിൻ്റെ പേര് മാറ്റി, പതാകം എല്ലാം മാറ്റി. പഴയ പേരെന്തായിരുന്നു? ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ. നമുക്കിപ്പോൾ മാപ്പിൽ അടിച്ചാൽ അറിയാം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് പഴയ പേര്. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ പേര് മാറ്റി. എന്താണ്? എമിറേറ്റ് ഓഫ് അഫ്ഗാൻ. ദ എമിറേറ്റ് ഓഫ് അഫ്ഗാൻ എന്നാണ് ഇപ്പോൾ പേര്. പക്ഷെ ആ പേര് രാജ്യം അംഗീകരിച്ചിട്ടില്ല, ആ പേര് ലോകം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ രാജ്യത്തിന്, പഴയ രാജ്യം തന്നെ ഭരണകൂടം മാറിയപ്പോൾ ഇവർ രാജ്യത്തിൻ്റെ പേരും എല്ലാം മാറ്റുകയാണ്, കൊടി മാറ്റി. അപ്പോൾ മാറ്റിയപ്പോൾ മിക്ക ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ പക്ഷേ അംഗീകരിക്കാൻ തയ്യാറായി. ഇന്ത്യ അംഗീകരിക്കുന്നതിന് സ്ട്രാറ്റജിക്കലായ കാരണമുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനെ ആവശ്യമുണ്ട്. യഥാർത്ഥ കാരണം അതാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് പാകിസ്ഥാൻ നേരിട്ട് ഇന്ത്യയോട് മുട്ടാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് അവിടെ ഭീകരവാദികളെ വളർത്തിയെടുത്തിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ, ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കാൻ, ബോംബെയിൽ സ്ഫോടനം ഉണ്ടാക്കാൻ, നിരന്തരമായിട്ട് പെഹൽഗാമിൽ ടൂറിസ്റ്റുകളെ ആക്രമിക്കാൻ, കാശ്മീരിനെ നിരന്തരമായി തലവേദന, കാശ്മീരിൽ എന്നും ഭീകരപ്രവർത്തനം നടത്താൻ പാകിസ്ഥാൻ്റെ പണിയാണ്. അപ്പോൾ ഇന്ത്യ ഒരവസരം, എന്താണ് ഇതിൻ്റെ ഒരു പോംവഴി? മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമല്ലോ. അതിനുള്ള വഴിയാണ് അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കുക. അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിച്ചാൽ ഒരു കാര്യമുണ്ട്. ഒന്ന്, പാകിസ്ഥാനോടും അഫ്ഗാനിസ്ഥാനോടും ഒരേ സമയം ശത്രുവാക്കാൻ പാടില്ല. അത് ബുദ്ധിയല്ല. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ തീവ്രവാദികളെ ഇറക്കി വിട്ടാണ് ഇന്ത്യയെ അപായപ്പെടുത്തുന്നതെങ്കിൽ താലിബാനേക്കാൾ വലിയൊരു ഭീകരവാദി വേറെ ഇല്ല. അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ള നയമാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെയ്തത് നയപരമായ ഇടപാടെടുക്കുകയാണ്. ആദ്യമേ തന്നെ ചെന്നിട്ട് ഞങ്ങൾക്കെതിരെ വരുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ നിങ്ങൾ സഹായിക്കരുത്, അവരെ അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നിങ്ങൾ വെച്ചു പൊറുപ്പിക്കരുത് എന്നൊക്കെ അത് ഇപ്പോഴേ പറഞ്ഞുള്ളൂ. ആവശ്യം വന്നപ്പോൾ, ഏതിന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമേ പറഞ്ഞുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ? അമേരിക്കൻ സൈന്യം അവിടുന്ന് എറിഞ്ഞ് താലിബാനോട് തോറ്റ് ഓടിപ്പോയി. അപ്പോൾ അവർക്ക് അവിടെ യുദ്ധം ചെയ്ത് തകർക്കാൻ അമേരിക്ക ഉണ്ടായിരുന്നു, രക്ഷപ്പെടുത്താൻ അമേരിക്ക ഇല്ല. ആ മേഖലയിലൊക്കെ അവർക്ക് ജീവിതം കൊടുക്കാൻ ഇന്ത്യ തയ്യാറായി. ഇന്ത്യ അവിടെ മുൻകൈ എടുത്ത് ഒരുപാട് സ്കൂളുകൾ ഉണ്ടാക്കി കൊടുത്തു, ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ. അവിടെ ഡാം ഉണ്ടാക്കി കൊടുത്തു. സൽമാ ഡാം എന്നൊരു ഡാം അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ്. ആ ഡാം ഏതാണ്ട് 25,000 ഹെക്ടറിലേറെ കൃഷിഭൂമിയിലേക്ക് ജലസേചനം കൊടുത്തു. ലക്ഷക്കണക്കിന് വീടുകൾക്ക്, ആയിരക്കണക്കിന് വീടുകൾക്ക് കുടിവെള്ളം കൊടുത്തു. പിന്നെ ജലവൈദ്യുത, വെളിച്ചം കണ്ടിട്ടില്ലാത്ത അഫ്ഗാനിസ്ഥാൻ വീടുകളിൽ, കുടിലുകളിൽ ഏതാണ്ട് 40,000-ലേറെ വീടുകളിലേക്ക് വെളിച്ചം കൊടുത്ത ഇന്ത്യയാണ്. ഇതൊക്കെ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യ ആദ്യം അവർക്ക് ജീവിതം കൊടുത്തു. അപ്പോൾ അഫ്ഗാനികളുടെ വിശ്വാസം വീണ്ടെടുത്തു. താലിബാനും നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് പകരം താലിബാൻ ചോദിച്ചത്, ലോകത്തിലെ പല രാജ്യങ്ങളും ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ അംഗീകരിച്ചിട്ടില്ല, നിങ്ങൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കാനാണ്, എഗ്രിമെൻ്റ് ഒപ്പിടാനാണ് ഇന്നലെ വന്നത്, കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കാബൂളിൽ ഇന്ത്യൻ എംബസി തുറന്നു. അവിടെ കലാപകാലത്ത് ഇന്ത്യക്കാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു സാങ്കേതികമായ ഒരു ടെക്നിക്കൽ ഓഫീസ് ഉണ്ട് അവിടെ. അത് എംബസിയാക്കി മാറ്റി, ഇന്ത്യൻ എംബസി. ഇനി ഇന്ത്യൻ അംബാസഡർ ഉണ്ടാകും. പല ലോകരാജ്യങ്ങൾക്കും ഇല്ല, താലിബാൻ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഡൽഹിയിൽ
അഫ്ഗാൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ പോലും താലിബാൻ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു. ഇനി അംഗീകരിക്കേണ്ടി വരും. ഒന്നുകിൽ ആ ഉദ്യോഗസ്ഥന്മാരെ അവർ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടിലൊന്ന് വേണ്ടി വരും. അപ്പോൾ അഫ്ഗാന്റെ എംബസി ഇന്ത്യയിലും തുറന്നു, ഇന്ത്യൻ എംബസി അഫ്ഗാനിസ്ഥാനിലും തുറക്കാൻ തീരുമാനിച്ചു. അതാണ് വന്ന തീരുമാനം. പക്ഷേ അതുകൊണ്ടുണ്ടായ ഒരു തിരിച്ചടി നമ്മൾ അന്ന് തന്നെ കണ്ടു. അഫ്ഗാനിസ്ഥാന്റെ ഒരു താലിബാന്റെ സ്വഭാവം കാണിച്ചു. ആദ്യ ദിവസം കണ്ടില്ലേ, താലിബാന്റെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്ന പത്രസമ്മേളനങ്ങളിൽ ഒന്നിലും വനിതാ പത്രപ്രതിനിധികളെ വിളിച്ചില്ല. സ്ത്രീകളോടുള്ള സമീപനാണത്. അവിടെ മാത്രമല്ല, അവരുടെ എംബസിയിൽ കാര്യം ഇന്ത്യക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റി. കാരണം എന്താ വെച്ചാൽ അഫ്ഗാനിസ്ഥാന്റെ എംബസിയിൽ ആരെ വിളിക്കണമെന്ന് അവരാണല്ലോ തീരുമാനിച്ചത്. ജനീവ കരാറിന്റെ ഒരു തീരുമാനമാണത്. അത് കാര്യം ശരിയാണ്. പക്ഷേ അവിടെ മാത്രമല്ല, UP-യിലെ ദെയ്യൂബന്ദിൽ ഇദ്ദേഹം പങ്കെടുത്തു. ഇസ്ലാമിക സ്ഥാപനമാണ് ദെയ്യൂബന്ദ്, ദാറുൽ ഉലൂം ദെയ്യൂബന്ദ് UP-യിൽ. അവിടെ പങ്കെടുത്തപ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് മറയൊക്കെ ഇട്ടിട്ടാണ്. അത് ആ സ്ഥാപനത്തിൻ്റെ രീതിയായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും താലിബാൻ വരുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യ പടം പഠിപ്പിച്ചു. ഇന്ത്യ പറഞ്ഞു, സംഗതിയൊക്കെ ശരി, ഇത് ഇന്ത്യയാണ്, ഇത് താലിബാനല്ല. ഇവിടുത്തെ നയവും മര്യാദയും ഇവിടുത്തെ ജനാധിപത്യവും കാണിക്കണം. പിറ്റേന്ന് കൃത്യമായി അതിന് പ്രതിവിധി ചെയ്തു അവർ. പിറ്റേന്ന് ഓപ്പണായിട്ട് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി ഇതേ പത്രസമ്മേളനങ്ങൾ ഇതേ പത്രക്കാരെ തന്നെ വിളിച്ച് വീണ്ടും പത്രസമ്മേളനം നടത്തി എല്ലാ പത്രക്കാരെയും പങ്കെടുപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ അവർക്ക് കൊടുക്കേണ്ട പാഠം പഠിപ്പിക്കുകയും ചെയ്തു, എന്നാൽ അവരെ ഉപയോഗപ്പെടുത്തേണ്ട വിധം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം തീരുകയില്ല. ഇനി കുറച്ചുകൂടി ക്രൂരമായ ഒരു ഇന്ത്യൻ മനസ്സുകൊണ്ട് പറഞ്ഞാൽ അത് തീരാനും പാടില്ല. അതങ്ങനെ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം അവർ അങ്ങനെയാണ് തീരേണ്ടത്. അത്രയേറെ ശല്യം ഇന്ത്യക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഈ തർക്കങ്ങളൊക്കെ തുടരും. അത് രണ്ടിലൊന്ന്. പിന്നെ ഒരു കാര്യം ഉറപ്പുണ്ട്, പാകിസ്ഥാൻ അത്ര എളുപ്പം തീർക്കാനൊന്നും ഇനി ധൈര്യം കാണിക്കില്ല. കാരണം ഇനി അഫ്ഗാനിസ്ഥാനെ തോണ്ടാൻ പോയാൽ ഇന്ത്യ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. ഇന്ത്യയോട് കളിക്കാൻ നിന്നാൽ ഇപ്പോൾ എത്ര തന്നെ ഇഷ്യൂസ് ബാക്കിയുണ്ടെങ്കിലും ഇപ്പോൾ ചൈനയും ഇന്ത്യയുടെ കൂടെയുണ്ട്, റഷ്യയും കൂടെയുണ്ട്, ബ്രിക്സ് രാജ്യങ്ങൾ മുഴുവനുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ അന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ അനങ്ങാതെ ക്ഷമയോടെ നിൽക്കാനാണ് സാധ്യത. പക്ഷേ അപകടം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഇന്ന് ഈ കാണുന്ന പാകിസ്ഥാൻ ഉണ്ടല്ലോ, അത് എത്ര കാലം ഉണ്ടാവും എന്നാണ്. അവിടെ ഈ സ്വതന്ത്ര പഷ്തൂണിസ്ഥാൻ വാദം ശക്തിപ്പെടുന്നു എന്നാണ് ഈ വാർത്ത. സ്വതന്ത്ര ബലൂചിസ്ഥാൻ വാദം അതിതീവ്രമായി നേരത്തെ ഉണ്ട്. ഇനി സ്വതന്ത്ര സിന്ധ് എന്നാണ്, സ്വതന്ത്ര പഞ്ചാബ് എന്നാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, POK, അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നേരത്തെ ഉണ്ട്. ഇത്തിരി പോകുന്നൊരു രാജ്യം തുണ്ടമായി വെട്ടി നുറുങ്ങിപ്പോകുന്നത് നമ്മൾ കാണേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് ഈ തർക്കത്തിന്റെ ഒടുവിൽ ബാക്കിയാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.